നമസ്കാരം. അപ്പോ നമുക്ക് തുടങ്ങാം. രംഗം കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 2 സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്നു. ഒരു വലിയ യുദ്ധം തുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ആ അന്തരീക്ഷം മുഴുവൻ യുദ്ധകാഹളങ്ങളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ആ ശ്ലോകത്തിന്റെ ഒരു ലളിതമായ പരിഭാഷ. പാണ്ഡവ പക്ഷത്തു നിന്നും യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള അവസാനത്തെ ശബ്ദവീചിയാണിത്. അപ്പോ ഇതെന്താണ്? വെറുതെ കുറെ പേരുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണോ? അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ശരിക്കും ഇതൊരു പട്ടികയല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും കഥകളും അവരുടെ ലക്ഷ്യങ്ങളും ചേർന്നൊരു സംഗീതമാണ്. നമുക്ക് സംഗീതത്തിലേക്കൊന്ന് ചെവിയോർക്കാം. ഓക്കെ, നമുക്ക് ആഴത്തിലേക്ക് പോകാം. ഈ ശ്ലോകത്തിൽ ആദ്യം പറയുന്ന പേര് ദ്രുപദന്റേതാണ്. അദ്ദേഹത്തിന്റെ കഥ അത് പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഒരു പകയുടെ കഥയാണ്. കണ്ടില്ലേ, ദ്രുപദന്റെ ഈയൊരു ജീവിതയാത്ര മുഴുവൻ വൈരാഗ്യത്തിന്റേതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഴക്കുന്ന ശംഖനാദം ഒരു സാധാരണ യുദ്ധകാഹളമല്ല, അത് വ്യക്തിപരമാണ്. മറുഭാഗത്ത് നിൽക്കുന്ന തന്റെ ബദ്ധശത്രുവായ ദ്രോണരോടുള്ള പ്രതികാരത്തിന്റെ ശബ്ദമാണത്. ദ്രുപദന്റെ പ്രതികാരത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടു. ഇനി ഈ സംഗീതം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. ശ്ലോകത്തിൽ അടുത്തതായി പറയുന്നത് പാണ്ഡവ വംശത്തിന്റെ ഭാവിയെ പ്രതിനിധീകരിക്കുന്ന 2 വിഭാഗം യുവയോദ്ധാക്കളെക്കുറിച്ചാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ശ്ലോകം അവരെ ദ്രൗപദിയുടെ പുത്രന്മാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലാതെ പാണ്ഡവരുടെ പുത്രന്മാരെന്നല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം വ്യക്തമാക്കാനാണ്. ശത്രുക്കളാൽ അതിക്രൂരമായി അപമാനിക്കപ്പെട്ട തങ്ങളുടെ അമ്മയുടെ അഭിമാനം വീണ്ടെടുക്കാനാണ് അവർ അവിടെ നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ ആ യുദ്ധഭൂമിയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രതീക്ഷയുള്ള യുവയോദ്ധാവിന്റെ ശബ്ദമാണ് അഭിമന്യു. അഭിമന്യു അവൻ ആ വംശത്തിന്റെ തന്നെ പ്രതീക്ഷയാണ്, മഹാനായൊരു പോരാളിയാണ്. പക്ഷേ അവിടെ ഒരു വലിയ പക്ഷിയുണ്ട്, ഒരു വലിയ ദുരന്തത്തിന്റെ സൂചന. മാരകമായ ചക്രവ്യൂഹത്തിൽ കടക്കാനറിയാമെങ്കിലും അതിൽ നിന്ന് പുറത്തുവരാൻ അവനറിയില്ല. ഈ ഒരൊറ്റ കാര്യം മതി അവന്റെ ശംഖനാദത്തിന് വല്ലാത്തൊരു ഭാരം നൽകാൻ. അപ്പോ ദ്രുപദന്റെ പ്രതികാരം, ദ്രൗപദിയന്മാരുടെ ശപഥം, അഭിമന്യുവിന്റെ വീര്യം, ഇങ്ങനെ ഓരോരുത്തരുടെയും ശക്തമായ കഥകൾ നമ്മൾ കണ്ടു. ഈ ശ്ലോകം അവസാനിക്കുന്നത് ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന 2 നിർണായക വാക്കുകളോടെയാണ്. പൃഥക് പൃഥക്. ഈ വാക്ക് 2 തവണ ആവർത്തിക്കുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഓരോരുത്തരും വേറെ വേറെ, അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നൊക്കെയാണ് അർത്ഥം. പാണ്ഡവ സൈന്യത്തിന്റെ ആത്മാവെന്താണെന്ന് മനസ്സിലാക്കാനുള്ള താക്കോലാണ് ഈ 2 വാക്കുകൾ. ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ, 1, ഇവിടെ ഓരോ പോരാളിക്കും പ്രാധാന്യമുണ്ട്, അവരാരും ആൾക്കൂട്ടത്തിൽ ഒരാളല്ല. 2, അവരെല്ലാവരും ഒരേപോലെ ഒരേ സമയത്തല്ല ശംഖ് മുഴക്കുന്നത്, ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ആ ഓരോ ശബ്ദവും കൂടിച്ചേർന്ന് ഒരു വലിയ ശക്തമായ സിംഫണിയായി മാറുന്നു. ആ സിംഫണി പൂർണ്ണമാകണമെങ്കിൽ ഈ ഓരോ വ്യക്തിയുടെയും ശബ്ദം അത്യാവശ്യമാണ്. അപ്പോ ഈ സിംഫണിയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നറിയാമോ? ഭഗവത്ഗീതയിൽ പേരെടുത്ത് പറഞ്ഞവർ തന്നെ 16-ലധികം വരും. ദേ, ഈ പട്ടിക നോക്കൂ. സാക്ഷാൽ കൃഷ്ണനിൽ തുടങ്ങി അർജുനൻ, ഭീമൻ, അങ്ങനെ ഓരോരുത്തരായി അവസാനം നമ്മളിപ്പോ സംസാരിച്ച ദ്രുപദനും ദ്രൗപദേയന്മാരും അഭിമന്യവും വരെ ഓരോരുത്തരെയും പേരെടുത്തു പറയുന്നു. ഓരോ ശബ്ദവും ചേർന്നാണ് ആ ഗംഭീരമായ ഗായക സംഘം പൂർത്തിയാകുന്നത്. ശരി, ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളല്ലേ? ഇത് കേൾക്കുന്ന നമുക്ക്, ഇന്ന് ജീവിക്കുന്ന നമുക്ക് എന്താണ് ഈ പുരാതന ശബ്ദം നൽകുന്ന സന്ദേശം? ഈ ശ്ലോകം നമ്മളോടാണ് സംസാരിക്കുന്നത്. അത് നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ശബ്ദം? നിങ്ങൾ ദ്രുപദനെ പോലെ നിങ്ങളുടെ ഭൂതകാലത്തിലെ അനുഭവങ്ങളും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമാണോ മുന്നോട്ട് നയിക്കുന്നത്? അതോ ദ്രൗപദേയന്മാരെ പോലെ മറ്റുള്ളവരുടെ അഭിമാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ അഭിമന്യുവിനെ പോലെ നിങ്ങളുടെ അതുല്യമായ കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണോ? ആ പുരാതന സംസ്കൃത ശ്ലോകത്തിന്റെ ശബ്ദവും താളവും നമ്മുടെ ഉള്ളിൽ അല്പനേരം തങ്ങി നിൽക്കട്ടെ. ആ ശബ്ദം അതിപ്പോഴും ഇവിടെയെല്ലാം പ്രതിധ്വനിക്കുന്നുണ്ട്. ഇന്നും നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.